അപ്പോൾ ഡബ്ലിൻ മല്ലു വേൾഡിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ എല്ലാവരും തിരക്കുന്ന സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ ചാനൽ. ഇന്നത്തെ ഒരു ദിവസം കുറച്ച് ഹാപ്പി ഉള്ള ഒരു ദിവസമാണ്. ഞാൻ ഡാൻസ് കളിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇവിടെ തൊട്ടടുത്ത് ബീച്ച് ഉണ്ട് ആക്ച്വലി. സോ ഞാൻ ഇതുവരെ പോയിട്ടില്ല ബീച്ചിൽ. ഒരു പ്രാവശ്യം നടന്നു പോകാം, പക്ഷേ തണുപ്പ് കാരണം തിരിച്ചു പോകുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നു. സോ ഇന്ന് ഞാനും നമ്മുടെ ഇവിടുത്തെ വീടിന്റെ മുതലാളി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പം ബീച്ചിൽ ആണ് ഇന്ന് ജസ്റ്റ് പോകാൻ പോണേ. സോ നല്ല അടിപൊളി സ്ഥലമാണെന്ന് കേട്ടു. കുറേ നല്ലൊരു ലോങ് സ്ട്രെച്ച് നമുക്ക് നടക്കാൻ പറ്റിയ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. സോ കുറച്ച് നേരം അവിടെ പോയി നടന്ന് ചിലപ്പോൾ നമ്മുടെ സ്റ്റാർ വരുന്നുണ്ടായിരിക്കുന്നു. കാണാ ബാ കണ്ട ബാ അതെ ലിയോ ലിയോ നമ്മുടെ ലിയോ കുട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ചിലപ്പോൾ ലിയോ കുട്ടനും വരുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ കൂടെ. ലിയോ കുട്ടനോട് ആയിരിക്കും ഇന്ന് പോകുന്നത്, എങ്ങനെയൊന്നും അറിയത്തില്ല. സോ ലിയോയുടെ കൂടെ ആദ്യമായിട്ട് പോണേ. സോ അടിപൊളിയായിട്ട് പോയിട്ട് വരാം. അപ്പം ഡെഫിനറ്റ്ലി ആയിട്ട് ഒരു ഷോയു കുറേ കാര്യങ്ങൾ അവിടെ കാണിച്ചു തരാൻ പോണ വഴിക്ക്. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരിക്കണം. ആദ്യമായിട്ട് കാണണമെങ്കിൽ ഉറപ്പായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകാതിരിക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും ഒക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹാപ്പി ഡേ. അപ്പോൾ ഏകദേശം നമ്മുടെ യാത്ര തുടങ്ങാൻ പോണ ബീച്ചിലേക്കുള്ള കാറ് കൊണ്ടാണ് പോകുന്നത്. കാറ് കൊണ്ട് അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് നടന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുതലാളി നമ്മുടെ ഡാനിയലും ഉണ്ട്, കൂടാതെ നമ്മുടെ കുഞ്ഞു ഡോഗും പുറകിലുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കടലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബീച്ചിൻ്റെ അടുത്തുള്ള സിഗ്നൽ കാത്ത് നിൽക്കുകയാണ്. അപ്പുറം സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാറിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു മരം കണ്ടോ, അത് ഒറിജിനൽ ട്രീ അല്ല, അത് ഒരു സ്കൾപ്ചർ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അടിപൊളി സാധനമാണ് കേട്ടോ. അത് കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ലിയോ കുട്ടൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ് കടലിലേക്ക് ബീച്ചിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി, ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ബീച്ച് റോഡിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകണം. കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തിട്ട് അവിടെ നടന്നാണ് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചിടെ അങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാം കാറുകളൊക്കെ ഇട സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ സൈഡിൽ എവിടെയെങ്കിലും കാർ ഒതുക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു പ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു പ്ലേസ് കണ്ടുപിടിച്ചു. അപ്പം പതുക്കെ അങ്ങോട്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ലിയോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലിയോ ജസ്റ്റ് എല്ലാം കണ്ടിട്ട് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ നമുക്ക് ദൂരെ കാണാം, കടലിൻ്റെ ഭാഗങ്ങളൊക്കെ കുറേ കാണാം. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നങ്ങ് എത്തണം. കുറച്ച് കണ്ടോ, ആ കാണുന്ന വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടാണ് കടൽ തീരത്തേക്ക് നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ഹൗസ് കാണാം നമ്മൾക്ക്, കണ്ടോ. ഹൗസ് അല്ല അത്, ശരിക്കും പറഞ്ഞാൽ ഹൗസ് അല്ല, അത് ഈ നമ്മുടെ ഒരു ഗോൾഫ് ക്ലബ്ബുണ്ട് അവിടെ. ഗോൾഫ് ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊരു പ്ലേസാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഡാനിയൽ പട്ടീനെ കൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആ ബീച്ചിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പം ബീച്ചിൻ്റെ വഴിയിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ നേരെ മൊത്തം രണ്ട് സൈഡും പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണത്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണുമ്പോൾ. ഇനി അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല ഭംഗി ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അത് അവിടെ ചെന്ന് കണ്ടാലാണ് കുറച്ചും കൂടെ അറിയാൻ പറ്റത്തുള്ളൂ. ലിയോ പിന്നെ അവിടെ ചെന്നാൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കിട്ടും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ലിയോയുടെ ഒരു കൂട്ടുകാരനെ കണ്ടു. വലിയ സന്തോഷം. അവർ രണ്ടും കൂടെ കെട്ടിപ്പിടിക്കുന്ന രീതിയാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോവുകയാണ്. ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ പോവുകയാണ്. കണ്ടില്ലേ, ബീച്ച് ഇവിടെയാണ് ബീച്ചിൻ്റെ തുടക്കം. നല്ല രസമാണ് കാണാനായിട്ട്, അടിപൊളി സ്ഥലമാണ്. സോ അപ്പോൾ നമ്മുടെ ഇത് ബീച്ചിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. നമ്മുടെ ലിയോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ എൻട്രൻസിലേക്ക് കയറാൻ പോകണം. അവിടെ നമുക്ക് തടികൾ കുത്തി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചേക്കുന്നുണ്ട്. അത് അവിടെ തുടക്കമാണ്. എൻട്രി ചെയ്യാൻ പോവാണ്. നോക്കിക്ക്, അടിപൊളിയായിട്ടുണ്ട്, പൊളിയാണ്. കണ്ടോ, നല്ല രസമാണ്. മണലൊക്കെ കിടക്കാൻ എന്നാ ഭംഗിയാണെന്നറിയാം. അടിപൊളിയായിട്ട് കിടക്കുന്നു. പക്ഷേ ഒടുക്കാത്ത തണുപ്പാണ് കേട്ടോ. ഒരു ഒന്നൊന്നര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല നീല കളറാണ് കേട്ടോ വാട്ടറിന്. കണ്ടോ, ആൾക്കാർ കുറച്ച് പേരൊക്കെ ഓടുന്നുണ്ട്. വളരെ കുറവാണ് ആൾക്കാർ. പക്ഷേ ഈ ഒരു സമയം ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു, തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ കുറവാണ്. പക്ഷേ ലിയോ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനിടയ്ക്ക് എൻ്റെ പേർക്ക് ഒന്നുകൂടെ ഒരു സെൽഫി പോലെയൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ലിയോ ഭയങ്കരമായിട്ട് ആടിപ്പാടി നടക്കുകയാണ്. എത്ര ഇതാണ്. പക്ഷേ ബീച്ചിൽ ഒരു മനുഷ്യനില്ല കേട്ടോ. വളരെ കുറവ് ആൾക്കാരാണ് ബീച്ചിലുള്ളത് കേട്ടോ. അങ്ങനെ മുന്നോട്ട് നടന്ന് നീങ്ങുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങേറ്റത്ത് കണ്ടോ കുറേ സാധനങ്ങൾ. അങ്ങോട്ട് ഇരുമ്പോൾ കുറേ ഭാഗം കാണാനുണ്ട് കേട്ടോ.
അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അത് ഞാൻ ഓൺ ദ വേയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ ആ ഭാഗം. നല്ല കാണേണ്ട കാര്യങ്ങളാണ്. അതങ്ങ് നീങ്ങിയപ്പോൾ ആൾക്കാർ ഏതാണ്ട് കുറച്ച് കമ്പൊക്കെ പറക്കി വെച്ചിരിക്കുന്ന കാണാൻ കാണിച്ചത് നല്ലതായിട്ടുണ്ട് അത്. കൊടും തണുപ്പാണ്. ഇവിടെ ആൾക്കാർ കൈറ്റ് സർഫിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് ആ കാണിച്ചിരിക്കുന്നത്. കണ്ട ആൾക്കാർ കൈറ്റ് സർഫ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ആ കാണിച്ചിരിക്കുന്നത്. വളരെ രസമാണ് കേട്ടോ അവർ കൈറ്റ് സർഫിങ് ചെയ്യുന്നത്. നമ്മുടെ തലയിലൊക്കെ മുട്ടാൻ പാകത്തിന് വന്ന് കൈറ്റ് സർഫ്. ബട്ട് മുട്ടിയൊന്നുമില്ല. ബട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു അത്. ആക്ച്വലി ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. കണ്ടോ കൈറ്റ് സർഫ് പൊങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ അവിടെ കണ്ടോ പിടിച്ചേക്കുന്നത് കണ്ടോ. അത് ഇനി അത് ഇതനുസരിച്ച് പറന്ന് പൊങ്ങുകയാണ് ചെയ്യണം. നല്ല ഭംഗിയായിരുന്നു ആ ഒരു കാഴ്ച. അല്ല കൈറ്റ് സർഫ് തലയിൽ മുട്ടാറായി വന്നെന്ന് പറഞ്ഞില്ല. അന്നേരം നമ്മുടെ അവനവിടെ നിന്ന് ലിയോടെ നിന്ന് ഭയങ്കര കുരയായിരുന്നു. ഞാൻ ഓടി മാറി. കാരണം തലയിൽ തട്ടണ്ടല്ലോ. കണ്ട ആ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുഴി കുത്തിയിട്ട് അവിടെ ഇരുന്ന് ആ കുഴിക്കകത്തിരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം കൈറ്റ് സർഫ് ചെയ്യുന്നതിന്. എനിക്ക് തോന്നുന്നു അവരുടെ അപ്പനാണെന്ന് തോന്നുന്നു എടുക്കുന്ന ഫോട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. കണ്ടോ അമ്മയും അപ്പനാണെന്ന് തോന്നുന്നു, മോനാണെന്ന് തോന്നുന്നു കൈറ്റ് സർഫ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണതാണ് പുള്ളി. കണ്ടോ അത് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ ഒത്തിരി പേരുണ്ട് കൈറ്റ് സർഫ് ചെയ്യുന്ന ആളുകൾ. നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്തോടെ നടന്ന് ഇപ്പുറത്തെ അറ്റത്ത് വന്നു കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ അറ്റത്ത് വന്നിട്ട് നമ്മളവിടെ ഒരു റോഡുണ്ട്. ആ റോഡ് വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫെറിയൊക്കെ പോണ കാണാം. അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡ് അതുപോലെ തന്നെ വെയിൽസിലേക്കൊക്കെ പോകുന്ന സ്റ്റിന ലൈനാണ് ആ പോകുന്നത്. ആക്ച്വലി ഫെറി ലൈനാണ് ആ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ആക്ച്വലി 4 മണിക്കൂറുണ്ടെന്നാണ് ഡാനിയലിനോട് ചോദിച്ചപ്പോൾ ഡാനിയൽ പറഞ്ഞു അവിടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്കോട്ട്ലൻഡിലേക്കൊക്കെ ഇവിടുന്ന് ഫെറി പോകുന്നതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക്, അങ്ങനെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവിടുന്ന് ഫെറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു നേരിട്ട്. നല്ല അടുത്ത് വെച്ച് കാണാൻ പറ്റിയ ഫെറി പോയ വഴി. സൈഡുകളിലൊക്കെ ഒത്തിരി കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബീച്ചിൻ്റെ ഒരു ഭാഗമാണ്. ഏകദേശം നമ്മൾ ആ ഒരു നടക്കുന്ന ആ ഒരു പാതയുണ്ട് ഇങ്ങനെ റോഡ് ചെയ്തിട്ടേക്കുന്നത്. ആ ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇടത് സൈഡിൽ ബീച്ചിന് പാർക്ക് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട് കുറേ കാർ. ഞങ്ങൾ അപ്പുറയാണ് പാർക്ക് ചെയ്തിട്ട് അവിടെ നടന്നു വരികയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ ലോങ് സ്ട്രെച്ച് അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന സ്തൂപം പരിശുദ്ധ അമ്മയുടെ സ്തൂപമാണ്. നമ്മുടെ മാതാവിൻ്റെ സ്തൂപമാണ് ആ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഭയങ്കര വലിയൊരു സ്തൂപമാണ്. കാണേണ്ടതാണ് കേട്ടോ അത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്തൂപമാണ്. ഫെറി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന സമയത്ത് ഞാൻ ഇച്ചിരികൂടെ ക്ലോസപ്പായിട്ട് അത് പിടിച്ചാണ് കേട്ടോ. സ്റ്റെന ലൈൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെയിൽസിലേക്കൊക്കെ പോകുന്ന ഫെറിയാണ് ആ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വലത് സൈഡിൽ കാണുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് തുണി മാറുന്ന സ്ഥലമാണെന്നാണ് പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്. ആളുകൾ ഇറങ്ങി കുളിച്ചതിന് ശേഷം അവിടെയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സാധനമാണ്. അതുപോലെ സ്തൂപം കണ്ടോ, മാതാവിൻ്റെ സ്തൂപം നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. മാതാവ് മേളിൽ നിൽക്കുന്ന അടിപൊളിയാണ്. നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്തൂപമാണ്. കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഞാനത് തൊട്ടടുത്ത് പോയിട്ട് മാതാവിൻ്റെ ആ രൂപം അതിൻ്റെ മുകളിലിരിക്കുന്നത് കണ്ടു. വളരെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത്രയും നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് പോയി കാണുന്നത് വളരെ നല്ല കുറച്ചും കൂടെ ഒരു ക്ലോസർ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്ര ക്ലാരിറ്റി ആയിട്ടൊന്നും കിട്ടിയില്ല. എൻ്റെ മൊബൈലിൻ്റെ ഒരു കുറച്ച് കുഴപ്പമാണെന്ന് തോന്നുന്നു. അത്ര ക്ലാരിറ്റി ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് എങ്കിൽ കൂടിയും വലിയ കുഴപ്പമില്ലാതെ അത് ഒപ്പിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ അവിടെ ഒരു മെമ്മോറിയലിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടത്. അത് മറ്റേ ഇംഗ്ലീഷിലല്ല മറ്റേ ഭാഷയിൽ എഴുതിയേക്കണം. ഇവിടുത്തെ ഐറിഷ് ഭാഷയിൽ എഴുതിയേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. മീൻസ് അത് എനിക്ക് വായിക്കാൻ പറ്റിയില്ല അതുകൊണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കല്ലിട്ടിട്ടുണ്ട് അങ്ങ് ലൈറ്റ് ഹൗസ് വരെ. പക്ഷെ നമുക്കത് പോകാൻ പറ്റില്ല. അവിടെ തെന്നുന്ന സ്ഥലമാണ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഒത്തിരി പേര് സർഫ് ചെയ്യുന്നുണ്ട്, കൈറ്റ് സർഫ് ചെയ്യുന്നില്ല. അപ്പുറം കാണുന്ന മല കണ്ടോ, ആ മലയാണ് ഇന്നാൾ ഞാൻ പോയ സിറ്റി ഹോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹോത്താണ് ആ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്നൊരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ, കൈറ്റ് സർഫ് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ തൊട്ടടുത്തൂടെ കടന്നുപോയി. അപ്പം അന്നേരം കുറച്ചൊന്ന് ക്ലോസർ ലുക്കിൽ പിടിക്കാനും പറ്റി. തൊട്ടടുത്ത് വന്നിട്ട് കടന്നുപോയി. അടിപൊളിയായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് നടക്കുന്ന വഴിയാണ് കാണിക്കുന്നത്.
ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കണ്ടോ, ഞങ്ങൾ തിരിച്ച് ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് പിടിച്ചില്ല, കാരണം ആ ഭാഗങ്ങളെല്ലാം കാണിച്ചു പോയതായതുകൊണ്ട് വീണ്ടും ഞാനത് പിടിക്കാൻ പോയില്ല. നമ്മളാദ്യം ഇറങ്ങിയ എൻട്രൻസിൻ്റെ ഭാഗമാണ് അത് കണ്ടോ, ഇതൊക്കെ കുഴിച്ചിട്ടേക്കുന്ന ഭാഗം കണ്ടോ, തടിയൊക്കെ. ആ ഭാഗത്ത് ഞാൻ ഒന്നൂടെ ഒന്ന് പിടിച്ചിട്ട് തിരിച്ച് കയറി പോരാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഒരു പിടുത്തം പിടിച്ചിട്ട് കയറി പോരുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് കയറി പോരുന്ന വഴിയാണ് കേട്ടോ ഈ വഴി. ആ ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങണ വഴി തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ പുൽത്തകിടിയൊക്കെയുള്ള സ്ഥലമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലേക്കും നിറയെ പുല്ലുകളാണ് അവിടെ. നല്ല ഭംഗിയാണ് ആ ഒരു വഴി കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ഇടമാണ് കേട്ടോ അത്. അപ്പം ലിയോക്കുട്ടൻ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങ് നടന്നു പോകുന്നു. തിരിച്ച് നമ്മൾ ആ കാണിച്ച ഗോൾഫ് കോഴ്സിൻ്റെ ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങ് കടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം തീർന്നു ആ ഭാഗം. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിയുമ്പം നമ്മൾ ഞാനങ്ങനെ മീൻസ് ആ പാലം കാണണമെന്ന് പറഞ്ഞു കഴിയുമ്പം ഡാനിയൽ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോയിട്ട് ഇതൊരു തടിപ്പാലമാണ് ആക്ച്വലി. കുറേ സ്ഥലം നമ്മൾ തടിപ്പാലമാണ്. അപ്പം അവിടെ സിഗ്നലും കാര്യങ്ങളും ഉണ്ട്. കുറേ വണ്ടികൾ തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ അടുത്ത് ഒറ്റ ഇതിലാണ് വണ്ടി വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ തടിപ്പാലത്തോടെ ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുള്ളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ആ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മാതാവിൻ്റെ സ്തൂപമാണ് അങ്ങേയറ്റത്ത് നമ്മൾ ആദ്യം പോയി കണ്ടിട്ട് വന്ന മാതാവിൻ്റെ സ്തൂപം തന്നെയാണത്. ബട്ട് ഇപ്പുറത്തെ വഴിക്കൂടെ ഞങ്ങൾ വന്ന ആ ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടോ, ആ അങ്ങറ്റത്ത് കാണുന്നത് കണ്ടോ ആ പൊങ്ങി നിൽക്കുന്നത്, അതാണ് നമ്മൾ കണ്ടിട്ട് പോകുന്ന മാതാവിൻ്റെ സ്തൂപം. അങ്ങനെ തീർന്നു എല്ലാ കാര്യങ്ങളും.